എന്റെ മക്കൾ അറിഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങ് വന്ന കാര്യം. ആണോ? കഴിഞ്ഞ തവണ കേക്ക് വൈനൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഇന്ന് പോകുമ്പോ വൈന് നിനക്ക് ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്, അത് നീ കൂട്ടിച്ചോണം. അയ്യോ, ഇത്ര ഒച്ചത്തിൽ പറയണ്ടായിരുന്നു. അതിന് അടിയാവുന്നു. ആരും കേട്ടില്ലേ? ആ ശ്വേതാജിയില്ലേ, പുള്ളിക്കാരത്തി വൈൻ്റെ ആളാ. പിന്നെ അതിന്റെ ആ കളർ നോക്ക്, മുന്തിരി. എന്റെ കള്ളി, എനിക്കറിയാം. ആ ഷാജോണോ, ആ കുഞ്ഞിന്റെ നോക്ക്, ആ ബുൾഗാനൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് സുന്ദര കുട്ടനായിട്ട് ഏത് കഥാപാത്രവും മിടുക്കായിട്ട് ചെയ്യും. എടാ നിന്റെ വണ്ണം വെച്ചിട്ട് കുറയ്ക്കാൻ പറ്റി. എന്നാ അറിയാം. എന്റെ മോനും മരുമോളും വരുന്നു. ഒരു ചെറിയ അപ്പുറത്ത് നോക്ക്. അമ്മച്ചിയെ കണ്ടായിരുന്നോ? അമ്മച്ചിയോ? ഏതമ്മച്ചി? എന്റെ അമ്മച്ചി ഇങ്ങോട്ട് വന്നായിരുന്നു. ഇവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? അല്ല, കഴിഞ്ഞ വർഷം ഇവിടെ വന്നിരുന്നു. ഞങ്ങളെ കാണാതെ ഒളിച്ചു വന്നതാ. ഇത്തവണ ഇവിടെ തന്നെ ഉണ്ടാവുന്ന ഉറപ്പാ. ഇല്ല ഇല്ല ഇല്ല, എന്റെ അമ്മച്ചി ഇല്ല ഇവിടെ. കണ്ടോ? അല്ല, ഒരുപാട് അമ്മച്ചിമാർ ഏതാന്ന് നോക്കിയതാ. ഒരു കാര്യം ചെയ്യാം, ഇതിലുണ്ടെന്ന് കൊണ്ടുപോയാൽ മതിയാ. അതാണ് എനിക്ക് ഇഷ്ടം. അത് വേണ്ട, എന്റെ അമ്മച്ചി ഞാൻ വിളിച്ചോളാം. ഞാൻ ഒരു സംഭവം ഇറക്കുമ്പം എന്റെ അമ്മച്ചി ഇപ്പൊ വരും. എന്ത് നോക്കട്ടെ? അമ്മച്ചി ഒരു കയ്യിൽ എന്നെയും മറുകിൽ ആൻഡ്രൂസിനെയും പിടിച്ചുകൊണ്ട് അമ്മച്ചി ഒരു കഥ പറഞ്ഞു തരുമായിരുന്നു. നെതിക്കാക്കുന്ന കഥ. അമ്മച്ചി പോര്. അടി കറക്റ്റ് റിസഭാവ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് പൂർത്തിയായേനെ.